ഏറ്റുമാനൂർ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷന്റെ കളിച്ചു നേടാം ആരോഗ്യം അക്ഷരദീപം പദ്ധതികൾക്ക് തുടക്കമായി. മന്ത്രി വി.എൻ. വാസവൻ കളിച്ചു നേടാം ആരോഗ്യം പദ്ധതി ഉദ്ഘാടനം ചെയ്തു. ഭദ്രദീപം കൊളുത്തിയ ശേഷം മന്ത്രി വി.എൻ. വാസവൻ ബാഡ്മിന്റൺ കോർട്ടിലിറങ്ങി ആദ്യ സർവീസ് ചെയ്തുകൊണ്ടാണ് ഉദ്ഘാടനം നടത്തിയത്. കൃത്യമായി അത് എല്ലാവരും പാലിക്കാൻ തയ്യാറായ മനുഷ്യ ശരീരത്തിലെ എല്ലാ ഓർഗനുകളെയും ഒരുപോലെ ചലിപ്പിക്കുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് യോഗ. ആ യോഗ സ്ഥിരമായി ചെയ്താൽ നിരവധി രോഗങ്ങൾക്ക് പ്രതിവിധിയും പ്രതിരോധവുമാണ്. എൻ്റെ അനുഭവത്തിൽ അതാണ്. മുമ്പ് വലിയ രൂപത്തിൽ ഈ പൊടിയൊക്കെ അടിച്ച് കഴിഞ്ഞാൽ തുമ്മലും അലർജിയൊക്കെ ഉണ്ടായിരുന്നു. ശബ്ദം പെട്ടെന്ന് അടയ്ക്കുന്ന സ്ഥിതി ഉണ്ടായിരുന്നു. വലിയ രൂപത്തിൽ ശ്വാസം മുട്ടലുണ്ടാകുമായിരുന്നു. സ്ഥിരമായി ഒരു 4 നൂറ്റാണ്ടായി യോഗ ചെയ്യുമ്പോൾ ആ യോഗയുടെ വലിയ രൂപത്തിലുള്ള വ്യായാമം അത്തരത്തിലുള്ള രോഗങ്ങളും, എനിക്ക് പനി തന്നെ വന്നിട്ട് ഒരു 10-25 വർഷമായിട്ടുണ്ടാകും, പനി ഉണ്ടാകുന്നില്ല. അതേപോലെ തന്നെ ശ്വാസതടസ്സങ്ങൾ ഉണ്ടാകുന്നില്ല. എവിടെയും നമുക്ക് ഏത് വിഷയത്തിലും ഇടപെടാൻ സമയത്തതയോടെ, സഹിഷ്ണുതയോടെ, സംയമനത്തോടെ വിഷയങ്ങളിൽ ഇടപെടാൻ, അതിൽ നമുക്ക് മുന്നോട്ട് പോകാൻ ഒക്കെ ഊർജം പകരുന്ന ഏറ്റവും നല്ല വ്യായാമമാണ് യോഗ. ഒരു ദിവസം യോഗ ചെയ്യാതിരുന്നാൽ അന്ന് വിഷമമുണ്ടാകും. ഫ്രഞ്ച് കമ്പനിയായ ഡെക്കാത്തലോണുമായി സഹകരിച്ചാണ് അസോസിയേഷൻ പദ്ധതി നടപ്പാക്കുന്നത്. ചെറുപ്പത്തിലെ ജീവിതശൈലി രോഗങ്ങൾക്ക് അടിമപ്പെടുന്ന ഡിജിറ്റൽ ലോകത്ത് തളച്ചിടപ്പെടുന്ന പുതുതലമുറയ്ക്ക് കളികളിലൂടെയും വായനയിലൂടെയും മാനസികവും ശാരീരികവുമായ ദൃഢത ഉണ്ടാക്കിയെടുക്കുക എന്ന ലക്ഷ്യത്തോടെ അസോസിയേഷൻ ആരംഭിക്കുന്ന കളിച്ചു നേടാം ആരോഗ്യം, അക്ഷരവേദി എന്നീ 2 പദ്ധതികൾക്കാണ് റിപ്പബ്ലിക് ദിനത്തിൽ തുടക്കം കുറിച്ചത്. ഏറ്റുമാനൂർ നഗരസഭാ വിദ്യാഭ്യാസ സ്ഥിരസമിതി അധ്യക്ഷ ഡോക്ടർ എസ് വീന അക്ഷരവേദി ഉദ്ഘാടനം ചെയ്തു. അക്ഷര കിറ്റുകളുടെ വിതരണോദ്ഘാടനം കമ്മിറ്റി അംഗം രവികുമാറിന് ആദ്യ കിറ്റ് നൽകിക്കൊണ്ട് ബെന്നി ഫിലിം നിർവഹിച്ചു. വിവിധ കായിക മത്സരങ്ങളിൽ വിജയികളായവർക്ക് നഗരസഭാ കൗൺസിൽ രശ്മി ശ്യാം സമ്മാനങ്ങൾ വിതരണം ചെയ്തു. ദിനേശ് ഷേണായി അധ്യക്ഷനായിരുന്നു. ഡെക്കാത്തലോൺ തെള്ളകം സ്റ്റോർ മാനേജർ അഖിൽ അപ്പോസ്, കുട്ടികളുടെ ആശുപത്രി മുൻ സൂപ്രണ്ട് ഡോക്ടർ പി സവിത, അസോസിയേഷൻ രക്ഷാധികാരി MS മോഹൻദാസ്, വൈസ് പ്രസിഡന്റ് NV പ്രദീപ് കുമാർ, കമ്മിറ്റി അംഗം G വിനോദ് കുമാർ എന്നിവർ പ്രസംഗിച്ചു. പദ്ധതികളുടെ ഭാഗമായി ഏറ്റുമാനൂർ ടെമ്പിൾ റോഡിലെ ശക്തിനഗർ റെസിഡൻസ് അസോസിയേഷൻ മന്ദിരത്തിൽ മുതിർന്നവർക്കും കുട്ടികൾക്കുമായി സ്പോർട്സ് ആൻഡ് ഗെയിംസ്, യോഗ, ഡാൻസ് തുടങ്ങി വിവിധ മേഖലകളിൽ പരിശീലനത്തിന് സാഹചര്യവും ഒരുക്കിയിട്ടുണ്ട്. ഒപ്പം വായിച്ചു വളരുവാനും അറിവുകൾ പരസ്പരം പങ്കുവയ്ക്കുന്നതിനും വായനാമുറിയും സജ്ജീകരിച്ചിട്ടുണ്ട്.